ആ യഹ്യയിൽ വന്നിട്ടില്ലേ, അത് സ്വീകരിക്കാൻ കൊള്ളുമോ? പേരോട് മറുപടി പറയണം. യഹ്യയിൽ തറാ പറയുന്നത് രാത്രാവിന് 100 റക്അത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം ചീത്തയായ ബിദ്അത്താണെന്ന് വിവരമുള്ളവർ അതിനെ തള്ളിക്കളയണമെന്ന്, അതിനെ എതിർക്കണമെന്ന്, അത് ബിദ്അത്തുൻ ഖബീഹ, അത് ചീത്തയായ പുത്തനാചാരമാണെന്ന് നവവി ഇമാമിനെ പോലെയുള്ളവർ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അത്തരത്തിലുള്ള കള്ള ഹദീസുകളെന്ന് പറയപ്പെടാവുന്ന നിലക്ക് ദുർബലമായ സംഭവങ്ങൾ എങ്ങനെ ഗസാലി ഇമാമിന്റെ കിതാബിൽ കടന്നുകൂടി? നിങ്ങളാണ് മറുപടി പറയേണ്ടത്. മാത്രമല്ല, ഇഹ്യയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, 100 കണക്കിന് നിങ്ങളുടെ മുമ്പിൽ ആവശ്യമാണെങ്കിൽ പറഞ്ഞോളൂ. അടുത്ത പ്രസംഗത്തിൽ, മാസം തികയാത്ത പ്രസംഗത്തിൽ പറഞ്ഞോളൂ. ഇഹ്യയിൽ ഏതൊക്കെയാണ് കുഴപ്പമെന്ന് ഓരോന്നോരോന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? മാത്രമല്ല, നിങ്ങൾ തന്നെ തള്ളിയിട്ടില്ലേ ഇഹ്യയിലെ ഒട്ടേറെ സംഭവങ്ങൾ? ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇഹ്യയിലെ സംഭവങ്ങൾ എങ്ങനെ തള്ളാൻ കഴിയും? നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇമാം ഗസാലി റഹിമഹുള്ളയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ് അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ട് പേജാന്തരം പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വല്ലാഹ് ഇതൊക്കെ സത്യം തന്നെ എന്ന് റസൂല് പറഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരല്ലേ മുസ്ലിയാരെ നിങ്ങളുടെ കക്ഷി? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇഹ്യാ ഉലൂമുദ്ദീനിനെ പറ്റി നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാന്റെ റസൂല് എന്ത് പറഞ്ഞു പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഞാനൊരു കഥ നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിനെ പറ്റി ഒരാള് വിമർശിച്ചപ്പോൾ അതാ അയാൾ ഉറങ്ങാൻ കിടന്നപ്പോ അയാളൊരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ എന്താണ്? നബിതങ്ങളെ കാണുന്നു. നബിതങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇമാം ഗസാലി നബിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതാ സ്വപ്നം. മനസ്സിലാക്കണം നിങ്ങള്. യഹ്യന്റെ പോരിശ പറയുന്നത്, ഗസാലി ഇമാമയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിന്റെ പോരിശ പറയുന്നത്. ഒരാള് യഹ്യനെ വിമർശിച്ചു, അതിൽ തെറ്റുണ്ട്, സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അയാൾ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വപ്നത്തിൽ നബിനെ കാണുന്നു. നബിയുടെ വലത് ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്, ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു ഗസാലി ഇമാമ്. അങ്ങനെ ഇയാളെ കണ്ടു. ഇയാൾ സ്വപ്നത്തിൽ കണ്ടപ്പോ ഗസാലി ഇമാമ് എന്ത് പറഞ്ഞു? ഗസാലി ഇമാം പറഞ്ഞു, നബിയെ ഇതാ നിൽക്കുന്നു, ഇയാളാണ് എന്റെ പ്രതിയോഗി. എന്റെ യഹ്യ പറ്റൂലാന്ന് ഇയാളാണ് പറയുന്നത്, എന്റെ കിതാബ് ശരിയല്ലാന്ന് ഇയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അയാളോട് പ്രതികാരം വാങ്ങാൻ എനിക്ക് അവകാശം തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു. അപ്പൊ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്യ എന്ന കിതാബ് വാങ്ങി. നബി യഹ്യ എന്നുള്ള കിതാബ് വാങ്ങിയിട്ട് ആദ്യന്തം പരിശോധിച്ചു. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു, അല്ലാഹുവാണ്, ഇത് നല്ലൊരു വസ്തുവാണ്. യഹ്യ വാങ്ങിയിട്ട് നബി പരിശോധിച്ചിട്ട് പറയുന്നു, ഇത് നല്ല വസ്തുവാണ്. അബൂബക്കർ സിദ്ദീഖിന് കൊടുത്തു. പിന്നെ അബൂബക്കർ സിദ്ദീഖും പരിശോധിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. കഥ നീണ്ടുപോകുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയട്ടെ. അങ്ങനെ അവരൊക്കെ പരിശോധിച്ചിട്ട് ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞയാളെ പുറത്ത് അടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നു. ഗസാലി ഇമാമിന്റെ ഇഹ്യനെ കുറ്റം പറഞ്ഞയാളെ പണ്ഡിതന്റെ പുറത്തേക്ക് ഗസാലി ഇമാം അടി തുടങ്ങുന്നു. കുറച്ചു നേരം അടിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ട് പറഞ്ഞു പോലും, ഓ നബിയേ, എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് വിചാരിച്ച് പറഞ്ഞതായേക്കും, ഇനി അടിക്കണ്ട. അടി നിന്നു. ഉണർന്നു നോക്കുമ്പോൾ ചാട്ടവാറിന്റെ അടി പുറത്ത്. പിന്നെ അയാൾ യഹ്യനെ കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കഥയാണിത്. എന്തിന്? യഹ്യയിൽ പറഞ്ഞത് 100% സത്യസന്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പരിശോധിച്ചിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശോധിച്ചിട്ടുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പച്ചക്കള്ളം പറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ യഹ്യയിൽ പറഞ്ഞത് തള്ളണം എന്ന് നിങ്ങൾ എന്തിന് പ്രസംഗിക്കുന്നു? നിങ്ങൾ എന്തിന് എഴുതുന്നു? നിങ്ങളുടെ നയം വ്യക്തമാക്കണം. അപ്പൊ യഹ്യയിൽ സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്, മനസ്സിലായില്ലേ? ഇനി
മുഹീദ്ദീൻ ശൈഖിന്റെ കുഞ്ഞയിലുള്ളത് നിങ്ങൾ മുഴുവൻ സ്വീകരിക്കോ? മുഹീദ്ദീൻ ശൈഖ് അതാ ആശൂറായിന്റെ ദിവസം പ്രത്യേകം ചില നിസ്കാരം പറയുന്നു, റജബിലെ പ്രത്യേക നിസ്കാരം പറയുന്നു. റജബ് 1-ാം തീയതി നിസ്കരിച്ചാൽ, റജബ് 2-ന് നിസ്കരിച്ചാൽ, 3-ന് നിസ്കരിച്ചാൽ, ഇങ്ങനെ കുറെ ഇല്ലാത്ത നോമ്പിനെ പറ്റി പറയുന്നുണ്ട്, ഇല്ലാത്ത നിസ്കാരം പറയുന്നുണ്ട്. വെറുതെ അഭിപ്രായം പറഞ്ഞു പോവുകയല്ല, ഒക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറയുന്നത്. എല്ലാം വ്യാജമായ ഹദീസുകളാണ്, സ്വീകാര്യയോഗ്യമായ ഗണത്തിൽപ്പെട്ടതല്ല. നിങ്ങൾ പറയണം ഗസാലി ഇമാമിന്റെ കേഹിയ പോലെ തന്നെ ഗുന്യയിൽ അതാ ശൈഖ് ജീലാനിയുടെ കിതാബിൽ പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അതോ ഇതും കടത്തിക്കൂട്ടിയതാണെന്ന് വാദമുണ്ടോ? പറയണേ. എങ്ങനെയാണ് ജീലാനിയുടെ വാക്കുകളിൽ നിങ്ങൾക്ക് തള്ളേണ്ടതുണ്ടാവുക? കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ തന്നെ എന്താണ് മാലയിൽ ചൊല്ലാറുള്ളത്? ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലാതെന്നോ പറീ. എന്നോട് അള്ള ചൊല്ലിക്കോ എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ചൊല്ലാറില്ല. അല്ല എന്നോട് ചൊല്ലൂ എന്ന് പറഞ്ഞാലേ ഞാൻ ചൊല്ലാറുള്ളൂ. അപ്പൊ അള്ളാന്റെ കൽപ്പന പ്രകാരം മാത്രം ദീന് സംസാരിക്കുന്ന, അല്ല ചൊല്ലൂ എന്ന് പറഞ്ഞാലല്ലാതെ ചൊല്ലാത്ത ശൈഖ് ജീലാനിയുടെ കിതാബിൽ എങ്ങനെ ഈ കള്ള ഹദീസ് കടന്നുകൂടി? ഈ കള്ള ഹദീസ് എങ്ങനെ വന്നു? മറുപടി പറയണേ. അപ്പൊ മഹാനവറുകൾക്ക് ആ ഹദീസ് സ്വഹീഹാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല, അതല്ലേ? പക്ഷേ അദ്ദേഹം അതിന് കുറ്റക്കാരനല്ല, മനഃപൂർവ്വം കള്ളം പറയില്ല കേട്ടോ. ഒരു ഇമാമും മനഃപൂർവ്വം മഹാന്മാര് കള്ളം പറയുന്നതല്ല, അവര് തെറ്റുകാരുമല്ല, അവർക്ക് കിട്ടിയത് ശരിയെന്ന നിലക്ക് കൊടുത്തതാണ്. പക്ഷേ സത്യമറിഞ്ഞിട്ടും പിന്നെയും അത് പിൻപറ്റുന്നവർക്കാണ് കുറ്റമുള്ളത്. അപ്പൊ ജീലാനിയുടെ കിതാബിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കൂല, അതുപോലെ തന്നെ ഗസാലി ഇമാമിന്റെ കിതാബിൽ പറഞ്ഞതും നിങ്ങൾ മുഴുവൻ സ്വീകരിക്കൂല. എങ്കിൽ അതിന്റെ കാരണം പറയണം, മാനദണ്ഡം പറയണം. ആ കാരണം കൊണ്ട്, ആ മാനദണ്ഡം കൊണ്ട് തന്നെയാണ് അവയിൽ നിങ്ങൾ പറയുന്ന പലതും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളും പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അമ്പിയാക്കന്മാരുടെ പേരിൽ ഇവര് കളവ് പറയുന്നതിന് കണക്കില്ല എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഉദാഹരണവും ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? റിഫായി മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്ത്? ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു എന്നൊരു ചങ്ങാതി പറയാ. അബുൽ വഫ എന്ന് പറയുന്ന ഒരാൾ പറയണ്, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. ഈ അടുത്ത കാലക്കാരനെ അബുൽ വഫ പറയാണ്, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ റിഫായി ശൈഖിന്റെ കയ്യിന് പിടിക്കും, പിടിച്ചിട്ട് ഇങ്ങനെ മഹ്ശറിൽ കൂടി ചുറ്റി നടക്കും. ഹല്ലിന്ദകും മിൻ റജുലിൻ, ഹല്ലിന്ദകും മിൻ റജുലിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ, ഇതുപോലത്തെ ഒരാളുണ്ടോ എന്ന് പറയുമ്പോ എല്ലാരും ലാലാ ഫവല്ലാ മലഹു മിൻ മുത്ഹമീ, ആരുമില്ല ആരുമില്ല എന്ന് എല്ലാരും പറയും. ആദൻ നബി വന്ന് കൈ കൊടുക്കും, എല്ലാരും പറയും റിഫായിയെ പോലെ ആരുമില്ല എന്ന്. റിഫായിയുടെ കയ്യും പിടിച്ചിട്ട് റസൂലുള്ള നാളെ മഹ്ശറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എന്ന വാർത്ത എന്നോട് ഖിദ്ർ നബി വന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ റിഫായി ശൈഖിനെ പറ്റി ആ നിലക്കുള്ള ഒരു കഥ, കള്ളക്കഥ മൗലിദിന്റെ കിതാബിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെ മഹ്ശറിൽ ഒരു സംഭവം നടക്കുമെന്ന്, അങ്ങനെ മഹ്ശറിൽ ഈ കാര്യം നടക്കുമെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോട് എന്ത് ചെയ്തു? അങ്ങനെ മഹ്ശറിൽ ഒരു കാര്യം നടക്കും എന്നതാണ് ഒഴിവാക്കിയിട്ട് വെറും ക്ലിപ്പ് മുറിച്ചിട്ട് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാക്കിയിട്ട് മൂപ്പര് ചോദിക്കണേ, ഈ മൗലവിന്റെ ഒരു ഹാലെന്താണ്? മൂപ്പര് പറയാണ്, ഈ മൗലവിന്റെ ഒരു ഹാലെന്താണ്? എന്തേ കാരണം? ഈ സംഭവം ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു കൊടുക്കണം, പോലും റിഫായി ശൈഖിനെ പറ്റി ഞാൻ ഖുർആനിൽ കാണിച്ചു കൊടുക്കണം എന്ന് മൗലവി പറഞ്ഞു. പച്ചക്കള്ളം എൻ്റെ പേരിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ, എന്താണ് ഞാൻ അവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്താന്ന് കേട്ടോളൂ. ഈ നിലക്ക് അള്ളാന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്, മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു സംഭവം മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? പ്രമാണങ്ങളിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ? ഔലിയായിന്റെ പേരിൽ വേണോ?